മലപ്പുറം അരീക്കോട് ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. വടശ്ശേരിയിൽ താമസിക്കുന്ന രേഖയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം ഭർത്താവ് വിപിൻ ദാസ് സ്വയം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി ജംഷീർ കൊടിഞ്ഞുണ്ട്. ജംഷീർ, എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നുണ്ടോ? ഒപ്പം തന്നെ ഇയാൾ സ്വയം വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഇയാളുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ്? ഹരി, ഇയാളിപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കുടുംബ പ്രശ്നമാണ് ഈ ഇത്തരത്തിലൊരു കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം പോലീസ് പറയുന്നത്. ഇവർ വെറ്റിലപ്പാറ സ്വദേശികളാണ്. വിപിൻ ദാസും ഭാര്യ രേഖയും. ഇവർ വടശ്ശേരിയിൽ താമസിച്ചു വരികയായിരുന്നു. അതിനിടെയാണ് ഇന്ന് വൈകുന്നേരം ഏതാണ്ട് ഒരു 3:30 ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ട്. ആദ്യം ഈ രേഖയുടെ തലക്കടിക്കുകയായിരുന്നു. പിന്നീട് കഴുത്തിലും മറ്റും കത്തിക്കൊണ്ട് കുത്തി മാരകമായി മുറിവേൽപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രേഖയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഈ സമയം തന്നെ വിപിൻ ദാസും സ്വയം കഴുത്തിന് കുത്തി പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇദ്ദേഹത്തെയും ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുമാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ വിപിൻ ദാസിനെതിരെ നേരത്തെയും ചില കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇയാൾ സ്വഭാവദൂഷ്യമുള്ള ആളാണ് എന്നുള്ള കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട്. ഏതായാലും രേഖയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. ഇയാളും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ പോലീസിന്റെ കസ്റ്റഡിയിൽ കൂടിയാണ്.